വിവിധ ഔഷധ സസ്യങ്ങളുടെ പട്ടികയിൽ എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള തഴുതാമയെപ്പറ്റി നമുക്കിന്ന് നോക്കിയാലോ. നിക്ടോജനേസി കുടുംബത്തിലെ അംഗവും ബൊയർഹേവിയ ഡിഫ്യൂസ എന്ന ശാസ്ത്രനാമധാരിയുമായ തഴുതാമ മൂത്രാശയ രോഗങ്ങൾക്കും നീരിനും അതീവ ഗുണകരമായി കണ്ടുവരുന്നു. വേനൽക്കാലത്ത് ഉണങ്ങുകയും വർഷകാലത്ത് തളിർത്തു പടർന്നു വളരുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സസ്യത്തെ പുനർനവ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്നു. തഴുതാമ വെള്ള, ചുവപ്പ്, നീല, ഇളം പച്ച എന്നിങ്ങനെ 4 തരമുണ്ട്. പുഷ്പങ്ങളുടെയും തണ്ടിൻ്റെയും നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്. സാധാരണയായി ഇതിൽ വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഇളം തണ്ടും ഇലയും ഔഷധത്തിന് പുറമെ ഭക്ഷ്യയോഗ്യവുമാണ്. തഴുതാമ വേര് വിരേചനത്തെ ഉണ്ടാക്കുന്നു. വെളുത്ത ഇനം വിയർപ്പിനെ വർദ്ധിപ്പിക്കുന്നു. നീര്, പിത്തം, ഹൃദ്രോഗം, ചുമ എന്നിവയ്ക്ക് ആശ്വാസമുണ്ടാക്കുന്നു. തഴുതാമ സമൂലം ഔഷധത്തിന് ഉപയോഗിക്കാം. എന്നാൽ പ്രധാനമായി ഔഷധ ഉപയോഗത്തിന് വേരാണ് ഉപയോഗിക്കാറുള്ളത്. തഴുതാമയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നു. അതാണ് തഴുതാമ മൂത്രവർദ്ധകമാകാനുള്ള കാരണം. ഇതുകൊണ്ട് തന്നെ തഴുതാമ വൃക്കരോഗത്തിനും ഹൃദ്രോഗത്തിനും ഫലപ്രദമായ ഒരു മൂലികയായി തീർന്നു. രക്താതിമർദ്ദത്തിനും തഴുതാമ വേരുകൊണ്ടുള്ള ഔഷധം ഫലപ്രദമാണ്. തഴുതാമ ചേർന്ന ആയുർവേദ ഔഷധങ്ങൾ അനവധിയുണ്ട്. പഥ്യ പുനർനവാദി കഷായം, പുനർനവാദി കഷായം, വിതര്യാദി കഷായം, അമൃതപ്രാശഘൃതം, പുനർനവാസവം, സുകുമാരഘൃതം തുടങ്ങി അനവധി യോഗങ്ങളിൽ തഴുതാമ ചേരുന്നതായിട്ടുണ്ട്. തഴുതാമ കഴിച്ചാൽ പുനർജന്മം ലഭിക്കും എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ പുനർനവ എന്ന് തഴുതാമ അറിയപ്പെടുന്നു.